പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ 6th ചാപ്റ്റർ പേജ് നമ്പർ 113. നമുക്ക് പഠിക്കാൻ പോകുന്നത് വർക്കിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജിയാണ്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ എനർജി എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് എനർജി, അതായത് ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി കുറേ പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി. അവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഈ എനർജിയൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇഫ് സോ വാട്ട് ഈസ് എനർജി? അങ്ങനെയാണെങ്കിൽ എന്താണ് എനർജി എന്നാണ് പറയുന്നത്. എനർജി ഈസ് ദ അബിലിറ്റി ടു ഡു വർക്ക്. അല്ലേ, ഒരു ജോലി ചെയ്യാനുള്ള കഴിവിനാണ് എന്ത് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് യൂണിറ്റിലായിരിക്കും എനർജി എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു വർക്ക് വെൻ വി ഡു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. അല്ലെ, നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ യൂസ് ചെയ്യുന്ന എനർജി എന്തായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, നമുക്കൊരു വർക്കായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സോ ദ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ വർക്കിൻ്റെ അതേ യൂണിറ്റ് തന്നെ ആയിരിക്കും എനർജിയുടെ യൂണിറ്റും. ദ എസ് എ യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ. ഓൾറെഡി വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനർജിയുടെ യൂണിറ്റും ജൂൾ തന്നെ ആയിരിക്കും. For indicating the quantity of energy in food, we also use the unit kilocalorie. അതായത് നമ്മൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അല്ലെ, ഫുഡ് പാക്കറ്റിൻ്റെ പുറമേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ചോക്ലേറ്റ്സിലൊക്കെ ഇത്ര കലോറി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ എനർജിയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കിലോ കലോറിയിലാണ് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജൂളിലല്ല, കിലോ കലോറിയിലാണ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കൺവേർഷനാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് കലോറി? ജൂളും കലോറിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 1 കലോറി ഈക്വൽ ടു 4.2 ജൂൾ. അതായത് ഒരു കലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.2 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ കലോറി ഈക്വൽ ടു 4200 ജൂൾ. അതായത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 ആയിരിക്കും. അപ്പോൾ 4.2നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4200 ജൂളാണ് നമുക്ക് കിട്ടുക. അല്ലെ, അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് 1000 കലോറി ഈക്വൽ ടു 1 കിലോ കലോറി. then ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. The quantity of energy contained in a ripe mango is approximately 840 kilojoule. അതായത് ഒരു പഴുത്ത മാങ്ങയിൽ അടങ്ങിയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 840 കിലോ ജൂളാണ്. എക്സ്പ്രസ് ദിസ് എനർജി ഇൻ കലോറി. ഇതിനെ കലോറിയിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് കിലോ ജൂളിലാണ്, അത് നമ്മൾ കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 840 കിലോ ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 840 ഇൻറ്റു 1000 ജൂൾ എന്ന് പറയാം. അല്ലെ, ഒരു കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ 1000 ജൂളാണല്ലോ. സോ നമുക്കതിനെ കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 840 ഇൻറ്റു 1000 ബൈ 4.2 കലോറി എന്ന് പറയാം. കാരണം എന്താ, നമുക്കറിയാം 1 കലോറി ഈക്വൽ ടു 4.2 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ 1 ജൂൾ ഈക്വൽ ടു 1 ബൈ 4.2 കലോറി എന്ന് പറയാം. സോ അതിൻ്റെ ആൻസറായിട്ട് വരിക 840 ഇൻറ്റു 1000 ഇൻറ്റു 10 ബൈ 42 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, 10 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അതിൻ്റെ ആൻസറായിട്ട് വരിക 200 കിലോ കലോറി ആയിരിക്കും. Then among the different forms of energy, let us examine mechanical energy in more detail. ഇവിടെ നമ്മൾ ഇനി എനർജിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിലൊരു ടൈപ്പാണ് മെക്കാനിക്കൽ എനർജി. അല്ലേ, എന്നാൽ മെഷീൻസൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് ദ എനർജി ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ ബൈ വെർച്യൂ ഓഫ് ദെയർ മോഷൻ, പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. അതായത് ഒരു വസ്തുവിൻ്റെ മോഷൻ മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജിയാണ്. കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വസ്തുവിൻ്റെ രൂപമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്പ്രിങ്ങൊക്കെ പ്രസ് ചെയ്ത് നിർത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷേപ്പിൽ വ്യത്യാസം വരും. അതാണ് ഇവിടെ കോൺഫിഗറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ മെക്കാനിക്കൽ എനർജീൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. മെക്കാനിക്കൽ എനർജി ഈസ് ദ എനർജി ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ ബൈ വെർച്യൂ ഓഫ് ദെയർ മോഷൻ. ഒരു വസ്തുവിൻ്റെ മോഷൻ മൂലമോ ഓർ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ, പൊസിഷൻ മൂലമോ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്ക് നമുക്ക് മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. ഒരു ഒബ്ജക്റ്റ് നല്ല ഹൈറ്റിലാണ്, ഒരു തെങ്ങിൻ്റെ മേലെ ഇരിക്കുന്ന തേങ്ങ, അതിൻ്റെ പൊസിഷൻ മൂലം ഒരു എനർജി അക്വയർ ചെയ്യും, അതും മെക്കാനിക്കൽ എനർജി ആയിട്ട് പറയാം. ദെൻ ഓർ കോൺഫിഗറേഷൻ, നമ്മൾ സ്പ്രിങ്ങൊക്കെ പ്രസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിലൊരു വ്യത്യാസം വരും. ഈ ഷേപ്പിൽ മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ഒക്കെ ഉണ്ടാകുന്ന എനർജിക്ക് നമ്മൾ എന്ത് പറയും, മെക്കാനിക്കൽ എനർജി എന്ന് പറയും. ഈ മെക്കാനിക്കൽ എനർജിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി.
There are mainly two types of mechanical energy, potential energy and kinetic energy. നമ്മൾ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് അവിടെ ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി. ടെക്സ്റ്റ് ബുക്കിൽ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ആരോൻ്റെ ചിത്രം, അതേപോലെ ഒരു ടോയ് കാർ എന്ത് ചെയ്യുക, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മേലെ വെച്ചിട്ടുള്ളതാണ്. നോട്ട് ദി ആരോ ആൻഡ് ദ ടോയ് കാർ ഇൻ ദ ഇമേജസ്. വാട്ട് ഈസ് പെക്യുലിയർ അബൌട്ട് ദെയർ പൊസിഷൻ? അതിൻ്റെ പൊസിഷൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടോയ് കാർ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. ആരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ് വലിച്ചു വെച്ച രീതിയിലാണ്. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ആരോ ഫ്രം ദ ആർച്ച്ഡ് ബോ ആൻഡ് ദ കാർ അറ്റ് എ ഹൈറ്റ് ആർ റിലീസ്ഡ്? അതായത് ഈ ഹൈറ്റിൽ നിന്ന് കാറ് റിലീസ് ചെയ്യുമ്പോൾ, അതേപോലെ ഈ ആർച്ചിൽ നിന്ന് ബോ റിലീസ് ചെയ്യുന്ന സമയത്തും എന്താണ് സംഭവിക്കുക അല്ലേ? ദേ മൂവ് വിത്ത് എ സ്പീഡ്. വേർ ഡസ് ദ എനർജി ഫോർ ദി ആരോ ടു മൂവ് കം ഫ്രം? ഈ ആരോക്ക് മുന്നോട്ട് വരാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് ഇൻ ദ യുണീക്ക് കോൺഫിഗറേഷൻ കോസ്ഡ് ബൈ ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ആൻഡ് ദ ആർച്ച്ഡ് ബോ ഗീവ് ദ ആരോ ഇറ്റ്സ് എനർജി. അല്ലേ? അതായത് ഇതിൻ്റെ ഒരു ടെൻഷൻ മൂലം, ആ സ്ട്രിങ് വലിച്ചു വെച്ചത് മൂലം ഉണ്ടാകുന്ന ടെൻഷൻ മൂലം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ മൂലമല്ലേ ഈ ആരോക്ക് എനർജി കിട്ടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ് അല്ലേ? അതായത് അതിൻ്റെ ഒരു ഷേപ്പിലൊരു വ്യത്യാസം വരുമ്പോൾ ആ സ്ട്രിങ് വലിച്ചു വെക്കുന്ന സമയത്ത്, അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ മൂലമാണ് ആ ഒരു ആർച്ച്ഡ് ബോക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത്. ഹൗ ഡസ് ദ ടോയ് കാർ ഗെറ്റ് എനർജി ടു മൂവ്? അപ്പോൾ ഈ ടോയ് കാറിന് മൂവ് ചെയ്യാനുള്ള എനർജി എങ്ങനെയായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? ഈസിൻറ്റ് ഇറ്റ് ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദ കാർ? അപ്പോൾ ഈ കാറിൻ്റെ പൊസിഷൻ മൂലമല്ലേ ഇതിന് എനർജി കിട്ടിയതെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസറും എന്താണ്? യെസ് ആണ്. ഡിഡിൻ ദീസ് ഒബ്ജക്റ്റ് ഗെറ്റ് എനർജി ഡ്യൂ ടു ദെയർ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ? അപ്പോൾ ഈ 2 വസ്തുക്കൾക്കും പൊസിഷൻ മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ആണ് എനർജി കിട്ടിയത്, അതല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. സച്ച് എനർജി ഈസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ഒബ്ജക്ട്സ് ഡ്യൂ ടു ദെയർ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. പൊസിഷൻ മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന എനർജിക്കാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓഫ് 2 ടൈപ്പ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത് പൊസിഷൻ മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ ആണ്. അത് തന്നെയാണ് ഡെഫിനേഷനിലും പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാനുള്ളതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് പേജിൽ 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻ സ്യൂട്ടബിളി ഓൺ ദ ബേസിസ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി അക്വേർഡ്. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നത് മേ ബി പൊസിഷൻ മൂലമാവാം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമാവാം. അപ്പോൾ ഫസ്റ്റ് ഫിഗറായിട്ട് കൊടുത്തിട്ടുള്ളത് എനർജി പൊസസ്ഡ് ബൈ എ കോക്കനട്ട് ഓൺ എ കോക്കനട്ട് ട്രീ, അല്ലേ? ഒരു തെങ്ങിൻ്റെ മേലിരിക്കുന്ന തേങ്ങ. ദെൻ എനർജി സ്റ്റോർഡ് ഇൻ എ കംപ്രസ്ഡ് സ്പ്രിങ്, ഒരമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന എനർജി. ദെൻ തേർഡ് ഫിഗർ എനർജി പൊസസ്ഡ് ബൈ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക്, അല്ലേ? നല്ല ഹൈറ്റിലുള്ള ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ. ദെൻ ഫോർത്ത് ഫിഗർ എനർജി ഇൻ ദ പോൾ ഡ്യൂ ടു ഇറ്റ്സ് ബെൻഡിങ് ഡ്യൂറിങ് പോൾ വാൾട്ട് ജമ്പ്. ആ പോൾ വാൾട്ട് ചാടുന്ന സമയത്ത് ആ പോൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചത് മൂലം ഉണ്ടാകുന്ന എനർജി. അതിനെ 2 ടേബിളായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് ബോക്സിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ. അപ്പോൾ ആ ഫിഗർ നോക്കിയിട്ട് തന്നെ നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ് പൊസിഷൻ മൂലം എനർജി കിട്ടിയിട്ടുണ്ടാവുക. കോക്കനട്ട് ഓൺ എ കോക്കനട്ട് ട്രീ ആൻഡ് ദ എനർജി പൊസസ്ഡ് ബൈ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക്. അത് രണ്ടുമാണ് എന്തുള്ളത്, ആ പൊസിഷൻ മൂലം ഉണ്ടാകുന്നത്. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ ഏതായിരിക്കും? എനർജി സ്റ്റോർഡ് ഇൻ എ കംപ്രസ്ഡ് സ്ട്രിങ്ങും എനർജി ഇൻ ദ പോൾ ഡ്യൂ ടു ഇസ് ബെൻഡിങ് ഡ്യൂറിങ് പോൾ വാൾട്ട് ജമ്പ്. അത് രണ്ടുമായിരിക്കും. ദെൻ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, പൊസിഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടെത്താമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇസ് ദ കോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ. അതായത് ഗ്രാവിറ്റിക്ക് എതിരായിട്ടൊരു വർക്ക് ചെയ്യുന്നതാണ് ആ പൊട്ടൻഷ്യൽ എനർജി, അതിൻ്റെ പൊസിഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് കാരണമായിട്ട് വരുന്നത്. The potential energy due to its position is equal to the quantity of work done on the object against the force of gravity. അത് നമുക്കറിയാം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ആ ഒരു ഹൈറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പൊസിഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? നമ്മൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് ഡണ്ണിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഇ പി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു mgh.
ഹിയർ എം ഈസ് ദ മാസ് ആൻഡ് എച്ച് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അല്ലേ. ഓൾറെഡി നമ്മളൊരു MgH വർക്ക് ഡൺ ആയിട്ട് ഇക്വേഷനായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ, ഉയർത്തണമെങ്കിലും അല്ലേ, ഹൈറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ് MgH. അതേപോലെ തന്നെ ഇവിടെയും പറയുന്നത് എന്താ, ഗ്രാവിറ്റിക്ക് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഹൈറ്റിലുള്ള ഒബ്ജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ മാസാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റുമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യമുള്ളതാണ്. EP = MgH. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് 8 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നും 50 കിലോഗ്രാം ഉള്ള മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ 8 മീറ്റർ ഹൈറ്റിലേക്കാണ് ഉയർത്തുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് ഓൺ ഗ്രൗണ്ട്? അതായത് നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ EP = MgH അല്ലേ. എം 50 കിലോഗ്രാമാണ്, ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ അല്ലേ, ഓൾറെഡി നമുക്കറിയാം 9.8 ആണ്. ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രൗണ്ടിലായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. കാരണം ഗ്രൗണ്ടിലാകുന്ന സമയത്ത് ഹൈറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ടേം 0 ആയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. Then potential energy is always calculated relative to a reference level by considering the potential energy of a body at the reference level as 0 is potential energy at each position is calculated. The ground level is taken as the reference while measuring height അല്ലേ. അതായത് പൊട്ടൻഷ്യൽ എനർജി ഒരു റെഫറൻസ് ലെവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി റെഫറൻസ് ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് 0 ആണെങ്കിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഈച്ച് പൊസിഷൻ ഈസ് കാൽക്കുലേറ്റ്. നമുക്ക് ഓരോ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ആ റെഫറൻസ് ലെവലിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ പോയിന്റിലെയും പൊസിഷൻ കണ്ടെത്താൻ പറ്റും. ഓരോ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താൻ പറ്റും. ദ ഗ്രൗണ്ട് ലെവൽ ഈസ് ടേക്കൺ ആസ് എ റെഫറൻസ് വൈൽ മെഷറിങ് ഹൈറ്റ്. ഹൈറ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ട് ലെവലാണ് എടുക്കുന്നത്. Therefore, the potential energy at ground level is usually assumed as 0. അപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിന് B ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ദ ബോഡി ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 8 മീറ്റർ. ഒരു ബോഡി 8 മീറ്റർ ഹൈറ്റിലായിരിക്കുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മാസ് ഓഫ് ഒബ്ജക്റ്റ് M = 50 കിലോഗ്രാം ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് 9.8 m/s². ദെൻ ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദ ബോഡി, ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഹൈറ്റ് എഗൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ എച്ച്. ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് എത്രയാണ്? 8 മീറ്റർ ആണ്. ദെൻ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ EP = MgH. സോ EP = 50 × 9.8 × 8. സോ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 3920 ജൂൾ ആയിരിക്കും. 3920 ജൂൾ. ഇത്രയാണ് പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ഇക്വേഷനും പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ അന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.